ഈ സനൂഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. നീ കാത്തിരുന്ന് കണ്ടോ. ഓ, എന്താടി നിന്റെ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? എന്താടി നിന്റെ പ്രശ്നം? ഓ, താനിവിടെ കള്ളും കുടിച്ചോണ്ടിരുന്നോ? എടാ താനല്ലോടോ അവളെ ശരിയാക്കുന്നോ, എനിക്ക് തരിക്കേട്ടന് തരുമെന്ന് എന്തൊക്കെയാ പറയുന്നുണ്ടെന്നല്ലോ. എന്നിട്ടിപ്പോ എന്തായി? എന്താ പ്രശ്നം? എന്താ നിന്റെ? എടാ അയാൾ ഇന്ന് അവളെ പ്രപ്പോസ് ചെയ്തു. അവളന്ന് അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. എനിക്ക് തരിക്കേട്ടനെ കിട്ടിയില്ലെങ്കിൽ സഞ്ജയ് പിന്നെ ഞാൻ എന്താ ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ഓ, കാര്യങ്ങളൊക്കെ അവിടം വരെ ആയല്ലേ? നീ ധൈര്യമായിട്ടിരിക്കടേ. നിനക്ക് അവനെ ഞാൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടിയിരിക്കും. അവക്ക് ഞാൻ പണി കൊടുക്കുകയും ചെയ്യും. ഓ, ഇനി അത് എപ്പോഴാണാവോ? അവരുടെ കെട്ട് കഴിഞ്ഞിട്ടോ? ഒന്നും സമാധാനപ്പെടേണ്ട സനൂഷ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നേ. തൽക്കാലം നീ ഒന്ന് വെയിറ്റ് ചെയ്. ഇപ്പം നീ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യണ്ട. എല്ലാം നമുക്ക് സമയമാകുമ്പോഴത്തേക്കും ശരിയാക്കാം. നമുക്കൊരു സമയം വരുന്നേ, വെയിറ്റ് ചെയ്യുന്നേ. എല്ലാം ഞാൻ അപ്പം ശരിയാക്കി കൊടുക്കാം അവർക്ക്. കിച്ചുവിന് എന്ത് റൊമാൻറ്റിക്കാ, അടിപൊളി പ്രപ്പോസല്, എനിക്കിഷ്ടായി. ഇവിടെ എനിക്ക് വേണ്ട ഒരു കാമുകൻ. എന്തിനു കൊള്ളാടാ നിന്നെ കൊണ്ട്. ഇനി നീ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ നിന്നെ ഇതുവരെ ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ട് നീ പറയേ. നീയല്ലേ, നിന്റെ പ്രപ്പോസലല്ലേ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതെന്താടി ചിന്നു അങ്ങനെ ഒരു ടോക്ക്? നീ എന്നെ വിശ്വസിക്കുന്നേ, ഞാൻ ഇതിൽ അടിപൊളിയാക്കും. ഇതൊക്കെ കണ്ടാ മതി. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ജാക്സൺ ചേട്ടാ, നിങ്ങൾ ബാക്കി പറയും. എന്താ എന്നിട്ട് പ്രപ്പോസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞ് കോളേജ് മൊത്തം ഇവരുടെ പ്രപ്പോസലിന്റെ കാര്യം അറിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ സനൂഷയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നും അവളൊന്നിനും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നിനും നിന്നില്ല. ഞങ്ങൾക്കെല്ലാവർക്കും ആദ്യം ഒരു അത്ഭുതമായിരുന്നു അത്. പിന്നെ ഞങ്ങൾ ഓർത്തു അന്ന് മിന്നോളെ വാൺ ചെയ്ത് വിട്ടായിരുന്നല്ലോ ഒരടിയൊക്കെ കൊടുത്ത്, ചിലപ്പോൾ അതായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ അത് അങ്ങനെയല്ല. അവളൊരു പെർഫെക്റ്റ് ടൈമിംഗ് നോക്കി നിൽക്കുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ കോളേജ് ഫെയർവെൽ ഡേയുടെ അന്ന്. ഞങ്ങളുടെ PG സെക്കൻഡ് ഇയർ ബാച്ചിനും ഡിഗ്രി ഫൈനൽ ഇയർ ബാച്ചിനും ഒരുമിച്ചായിരുന്നു ഫെയർവെൽ കണ്ടക്ട് ചെയ്തത്. അതും ഒരു ഹോട്ടലിൽ ഫംഗ്ഷനായിട്ട്. അതാണെങ്കിൽ ഹോസ്റ്റ് ചെയ്തതാണെങ്കിൽ മിനുവിൻ്റെയൊക്കെ സെക്കൻഡ് ഇയർ ബാച്ചുമായിരുന്നു. അപ്പോൾ അവിടെ അന്ന് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സച്ചുവിൻ്റെയും സനുഷയുടെയും ബാച്ചിനൊക്കെ ഫെയർവെല്ലും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ അവരും ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് അന്ന് ഫംഗ്ഷൻ്റെ ഇടയിൽ കിച്ചു, മിന്നു എന്തേടാ? അവൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമായിരുന്നു. അവളാണല്ലോ പ്രോഗ്രാം കോർഡിനേറ്റർ. കുറച്ച് മുന്നേ അത് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയത്. ഇപ്പോൾ വരുമായിരിക്കും. പോയിട്ട് കുറച്ച് നേരമായി. അതേടാ കിച്ചു, ദേ വന്നല്ലോ മിന്നു. എവിടെ? മിന്നു എടാ, വാ അടച്ചോക്കടെ, വലിയ ഈച്ചും കയറി പോനത്. എടാ ജാക്സൺ, നോക്കിയടാ എൻ്റെ പെണ്ണിനെ കാണാൻ എന്ത് ഭംഗിയാന്ന്. അയ്യോ, നോക്കിയിരിക്കാൻ തോന്നുന്നു എനിക്ക്. നീ മാത്രല്ല, ബാക്കിയുള്ളവരെല്ലാവരും അവളെ തന്നെ നോക്കിയിരിക്കുന്നത്. എന്താന്ന്? എടാ നീ ഒന്ന് ചുറ്റിന് നോക്ക്. സകല അമ്പലവരുടെയും കണ്ട് അവളുടെ മേല ഏതാണ്ട് ഈ കോഴിക്കൂട്ടിലേക്ക് കുറുക്കം നോക്കിയിരിക്കുന്ന മാതിരി. ഇതൊന്നാലും ഇന്ന് ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലടാ. ഇന്ന് അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതും ആ സാരിയും കൂടെ ആയപ്പോഴത്തേക്കും എൻ്റെ മിന്നുമോള് പൊളി ലുക്കായിട്ടുണ്ട് കാണാനായിട്ട്. ഓ, നീ വിട്ടായിരുന്നേ, ഞാൻ ഇപ്പൊ വരാം. ചെല്ലു ചെന്നെങ്കിൽ പെണ്ണിനെ ആരും റാഞ്ചിക്കൊണ്ടുപോകാതെ നോക്ക്. മിന്നു, ചേട്ടാ എങ്ങനെയുണ്ട് ഇന്നെ കാണാനായിട്ട്? നല്ല ലുക്കായിട്ടില്ലേ? പിന്നെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെന്നോ? എല്ലാരും പറഞ്ഞല്ലോ നല്ല ഭംഗിയുണ്ടെന്ന്. എന്റെ പെണ്ണെ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. അതാരും ചുമ്മാ പറഞ്ഞായിരിക്കും. പിന്നെ കിച്ചുവേട്ടന് അസൂയല്ലേ ഞാൻ ഇത്ര ഭംഗിയിൽ ഒരുങ്ങി വന്നോണ്ട്? അതുകൊണ്ടല്ലേ കിച്ചേട്ടൻ ഇങ്ങനെ പറയുന്നത്? പിന്നെ ഒന്ന് പോളി വേണ്ട അവിടെ നിന്ന്. ഇച്ചായ, എന്ത് ചായ ഇങ്ങനെ പറയുന്നേ? എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയേ.
ഇച്ചായാന്നോ? നീയല്ലേ എന്നെ അങ്ങനെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞേ കല്യാണം കഴിയുന്നവരെ? എന്തോ എനിക്കിന്ന് വിളിക്കാൻ തോന്നി, അതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ. ഇന്ന് ഞാൻ ഫുൾ ഇച്ചായ എന്ന് വിളിക്കുന്നോളൂ. ഇച്ചായോ പറയേ, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയേ ഇച്ചായ. ഇവളുടെ ഇച്ചായ വിളി ശരിയല്ല. എന്റെ കർത്താവ്, എനിക്ക് കണ്ടോ പറഞ്ഞേ. എന്താ സാരി മഴയൊക്കെ വലിച്ചിട്ടടി. അതായിരുന്നു ഇങ്ങനെ കൊണ്ട്. നിങ്ങളൊന്ന് പോ മനുഷ്യ, മറ്റൊക്കെ റൊമാൻറ്റിക് ആകുമ്പോഴും അറിയത്തില്ല. റൊമാൻറ്റിക് ആവുന്നാലേ ഇതൊന്നും എന്റെ കൈ നിക്കില്ല മോളെ. അതാ ഞാനിവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിക്കുന്നേ. എന്താ ഇച്ചായ വല്ലതും പറഞ്ഞായിരുന്നോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. മിന്നു അതല്ലായെ വിളിക്കുന്നു. ഞാൻ ഒന്ന് ലയുടെ അടുത്തേക്ക് പോവാണേ. ശരി എന്ന് ചായ, പിന്നെ കാണാവേ. ഓക്കെ. എടോ ജുവൽ. സച്ചു താനായിരുന്നോ? എന്താടോ? ഇന്ന് സാരിയിലൊക്കെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു സച്ചു. അല്ല, താനിപ്പോ എന്നെ എന്താ വിളിച്ചേ? ജുവൽന്നോ? ജുവൽന്ന്. അതെന്ത് പറ്റി അങ്ങനെ വിളിക്കാൻ? നേരത്തേക്ക് ഞാൻ ജുവൽന്ന് വിളിക്കാൻ പറഞ്ഞാലും താൻ എന്നെ മിന്നു തന്നെയാണല്ലോ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എന്ത് പറ്റിയൊരു മാറ്റം? പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിനി ജുവലിന് വിളിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. പിന്നെ ഒരു മാറ്റം അനിവാര്യമാണെന്നും കൂടി തോന്നി. ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തേ? തനിക്ക് എന്ത് പറ്റിയുടെ സച്ചു? താനെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്താ പറ്റിയേ? എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ലടോ. എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ വി ടോക്ക് നൗ? അതിനെന്താ, സംസാരിക്കാലോ. എടാ മിന്നു, എന്നാ നിങ്ങൾ സംസാരിക്കുക, ഞാൻ അവിടെ കാണേ. ഡാലയ, ഓക്കെ. ഇനി പറ, തനിക്ക് എന്താ സംസാരിക്കാനുള്ളത്? എടോ ജുവൽ, ആദ്യമേ തന്നെ ഐ എം റിയലി സോറി തന്നെ ഇത്രയും നാളും പുറകെ നടന്ന് ശല്യപ്പെടുത്തിയതിനൊക്കെ. എനിക്കറിയാമായിരുന്നു തനിക്കേട്ടനെയാണ് ഇഷ്ടം എന്നുള്ളത്. പക്ഷേ എന്നാലും എനിക്ക് തന്നെ അത്രയും ഇഷ്ടമായിരുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെയും പുറകെ വന്നുകൊണ്ടിരുന്നത്. സോറി കേട്ടോ. അതൊന്നും കുഴപ്പമില്ല സച്ചു, അതൊക്കെ കഴിഞ്ഞ കാര്യമില്ല. അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. താങ്ക് യു ജുവൽ ഫോർ ഫോർഗിവിങ് മീ. പിന്നെ ഞാൻ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് അമേരിക്കയിലേക്ക് പോവാട്ടോ. അതെന്താ പെട്ടെന്നൊന്നുമല്ല, എൻ്റെ പാരൻസ് ഓൾറെഡി അവിടെ ആണല്ലോ. കുറേ നാളായി അവരെന്നെ അങ്ങോട്ട് വിളിക്കുന്നു. പിന്നെ ഞാൻ തന്നെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്ന് പഠിച്ചത്. അപ്പോൾ ഞാൻ ഓർത്തു PG എന്നാൽ അവിടെ ചെയ്യാം, അവരുടെ കൂടെ നിൽക്കാം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ കാരണമാണോ സച്ചു പോണേ? താൻ കാരണമൊന്നുമല്ല. ഞാൻ എന്തായാലും PG അബ്രോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ പേരൻസിൻ്റെ അടുത്ത് തന്നെ പോയി അവിടെ തന്നെ ചെയ്യാമെന്ന് ഓർത്തു. താനിനി അതോർത്ത് വിഷമിച്ചിരിക്കുന്നു വേണ്ട, താൻ കാരണമൊന്നുമല്ല കേട്ടോ. പക്ഷേ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയറും കൂടി ആകുമ്പോൾ കുറച്ച് മറക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന്. അത്ര പെട്ടെന്നൊന്നും എനിക്ക് തന്നെ മറക്കാൻ പറ്റത്തില്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. സച്ചു, ഐ ആം സോറി. താനെന്തിനാണ് സോറി പറയുന്നേ? തനിക്ക് കിച്ചുവേട്ടൻ അത്രയും ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെയും പുറകെ വന്നത് ഞാനല്ലേ, അപ്പം ഞാനല്ലേ സോറി പറയണ്ടേ? അതൊന്നും കുഴപ്പമില്ലടോ. ഈ ഇഷ്ടം സ്നേഹം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആരുടെ അടുത്തൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അതൊക്കെ സ്വയമേ തോന്നേണ്ട ഒരു കാര്യമല്ലേ. അത് കുഴപ്പമില്ല. തനിക്കത് തോന്നിയത് കിച്ചുവേട്ടനോടാണ്. എനിക്ക് ഈ ജന്മത്തിൽ തന്നെ കിട്ടാൻ വിധിയില്ലാന്ന് ഞാൻ വിചാരിച്ചോളാം. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. താൻ അതിനെപ്പറ്റി വറീഡ് ആവുകയൊന്നും വേണം. ഇറ്റ്സ് ക്വൈറ്റ് ഓൾ റൈറ്റ്. ഓക്കെ, താങ്ക് യു സച്ചു. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ. ഇതിനൊക്കെ എന്തിനാ താങ്ക്സ്? അതൊന്നും കുഴപ്പമില്ലടോ. പക്ഷേ ഞാൻ എന്തായാലും അടുത്ത് പോകുമല്ലേ, അപ്പോൾ അതിനു മുന്നേ എൻ്റെ ഒരു കുഞ്ഞാഗ്രഹം പറഞ്ഞാൽ താനൊന്ന് സാധിച്ചു തരുമോ? എന്താ സച്ചു? പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു തരാം. പ്രത്യേകിച്ചൊന്നുമില്ലടോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ യു ഡാൻസ് വിത്ത് മീ നൗ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രം മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വിട്ടേക്ക്. ഇല്ല സച്ചു, കുഴപ്പമൊന്നുമില്ല. ഒരു ഡാൻസ് അല്ലേ, അതിനിപ്പോൾ എന്താ? വാ, നമുക്ക് ഡാൻസ് കളിക്കാം. മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ? കുരിശിൻ മണിയൊലിയും മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ?
കിച്ചു നീ എന്ത് ചെയ്യാൻ പോവാ? എന്നെ വീട്ടിൽ ജാക്സൺ, ഞാൻ അവളോട് പോയി ചോദിക്കട്ടെ. നീ എന്ത് ചോദിക്കാൻ? അവരൊരുമിച്ചൊരു ഡാൻസ് കളിച്ചു എന്നല്ലേ ഉള്ളൂ. അതിനിപ്പോൾ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? അവൾക്ക് ഇനിയിപ്പോൾ ഡാൻസ് കളിക്കണമെങ്കിൽ തന്നെ ഞാനിവിടെ ഇല്ലേ? അങ്ങനെയുള്ളപ്പോൾ അവൾ എന്തിനാ അവൻ്റെ കൂടെ ഡാൻസ് കളിച്ചേ? ഞാൻ അവളോട് പോയി ചോദിക്കട്ടെ. നീ എന്നെ വിട്ടെ. എന്തെങ്കിലും കാരണം കാണൂടെ. നീ ഇങ്ങനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോവല്ലേ? ജാക്സൺ വിടന്നെ, മാറി, ഞാൻ പോട്ടെ. ഓ ഇവനെ കൊണ്ട്. ഡി മിന്നു. ആ ഇച്ചായനോ? എന്ത് ഇച്ചായ? അവളുടെ ഒരു ഇച്ചായൻ. ഇവിടെ ഞാനുള്ളപ്പോൾ നീ എന്തിനാടി അവൻ്റെ കൂടെ ഡാൻസ് കളിച്ചത്? ഇച്ചായൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ പറയാം. ഇച്ചായ സമാധാനപ്പെട്. ഞാൻ എന്ത് സമാധാനപ്പെടാനാടി നീ പറയുന്നത്? നീ അത് ഞാൻ ചോദിച്ചതിന് പറയടി. ഇച്ചായ അതെ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ പറയാം. എന്നാ പറയടി പുല്ലേ. ഇച്ചായ മര്യാദക്ക് സംസാരിക്കണം. എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? നീ കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടിയിട്ട് ഞാൻ ഇനി മര്യാദക്ക് സംസാരിക്കണോ? നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നേക്കുന്നോ? ഇച്ചായ നിങ്ങൾ എന്തൊക്കെ വൃത്തിയുടെ വിളിച്ചു പറയുന്നേ? എന്താടി നിന്റെ മറ്റവനെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയോ? എന്റെ ഇച്ചായ നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുന്നേ. ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ, ഒന്ന് സമാധാനപ്പെട്. ഡാക്കിച്ചു, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. നീ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇങ്ങ് വന്നേ. അവൾ പറയാന്ന് പറഞ്ഞല്ലോ, അവൾക്ക് സംസാരിക്കാൻ ഒരു സാവകാശം കൊടുക്കുന്നേ. വേണ്ടടാ, അവളിനി പറയണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. എടി നീ നിന്റെ അവന്റെ കൂടെ തന്നെ പൊക്കോ. എനിക്കെന്താ? എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ പോവാ. കിച്ചു. മിനിമോളെ നീ അത് മൈൻഡ് ആക്കണ്ട. അവനത് പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞതാ. കുറച്ച് മുമ്പ് ഒന്ന് സമാധാനപ്പെടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. കുഴപ്പമില്ല ജാക്സൺ ചേട്ടാ. എടി മോളെ ചേർലേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അപ്പോൾ നീയായിട്ട് തന്നെ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോടി, തരക്കേട്ടനോട് പോയി സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ. ഇതിന് എനിക്കെന്നും നിന്നോട് നന്ദി ഉണ്ടാവോടി. ഹായ് തരിക്കേട്ട. ഓ താനോ? ദേ സനുഷേ, എനിക്ക് ഒന്നാമത് നല്ല ദേഷ്യം വന്നിരിക്കുക. വെറുതെ എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത്. താൻ പോവാൻ നോക്ക്. അയ്യോ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നല്ല തരിക്കേട്ട. ഒരു സോറി പറയാൻ വന്നതാ. ഐ എം റിയലി സോറി. ഞാൻ അന്നൊക്കെ ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതും എല്ലാം തെറ്റായിപ്പോയി. അത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. കുട്ടി പോക്കോ. തരിക്കേട്ട, ഇഫ് യു ഡോണ്ട് മൈൻഡ് എൻ്റെ കൂടെ ഒരു ഡാൻസ് കളിക്കോ? എനിക്ക് ഏട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഏട്ടനെ എനിക്ക് സ്വന്തമാക്കാനോ ഉള്ള ഭാഗ്യമില്ല. അപ്പോൾ ഒരു ഡാൻസെങ്കിലും അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ കളിക്കോ? അറ്റ്ലീസ്റ്റ് എനിക്കതൊരു മെമ്മറബിൾ മൊമെൻ്റ് ആയിട്ട് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചെങ്കിലും വെക്കാമല്ലോ. നീ അവൻ്റെ കൂടെ ഡാൻസ് കളിക്കുമല്ലേ? എന്നാൽ പിന്നെ ഞാൻ നിനക്കും കാണിച്ചു തരാടി മിന്നു. ആടെ സനുഷേ, വാ കളിക്കാം. നിന്റെ അടുത്ത് ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ടടി. എൻ്റെ അടുത്തുനിന്ന് ഒരു തവണ കിട്ടിയതൊന്നും നിനക്ക് മതിയായില്ലേ? ഇനിയും വേണം? മിന്നു വേണ്ട. സനുഷ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ട് ഞാനും കൂടി സമ്മതിച്ചിട്ടാ ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചാ. കിച്ചുവേട്ടാ, എന്താ നിനക്ക് അവൻ്റെ കൂടെ ഡാൻസ് കളിക്കാമെങ്കിൽ എനിക്ക് ഇവളുടെ കൂടെ കളിച്ചാൽ എന്താ പ്രശ്നം? കിച്ചുവേട്ടാ, അത് കിച്ചുവേട്ട വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഞാൻ വേണ്ട മിന്നു, എനിക്കൊന്നും കേൾക്കണ്ട. എടോ സനുഷേ, ഐ എം റിയലി സോറി. താൻ ഓക്കെ അല്ലേ? ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സോറി, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാൻ ഞാൻ കാരണമായില്ലേ? അല്ലടോ, താൻ കാരണമൊന്നുമല്ല. ഇതിന് മുന്നേ ഞങ്ങൾ വഴക്കായിരുന്നു. താൻ അതൊന്നും ഓർത്ത് പറയിടാവണ്ട. ഐ എം റിയലി സോറി ഡോ. താൻ വാ, നമുക്കത് അങ്ങോട്ടേക്ക് പോവാം. മിന്നു മോളെ, ഞാൻ ഓക്കെയാണ് ജാക്സൺ ചേട്ടാ. ചേട്ടൻ പേടിക്കണ്ട. അത് എന്നോടുള്ള ദേഷ്യം കൊണ്ട് കിച്ചുവേട്ടൻ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും പറയുന്നതും എനിക്കറിയാം എൻ്റെ കിച്ചുവേട്ടന്. അത് കുഴപ്പമൊന്നുമില്ല. എടോ താൻ ഓക്കെ അല്ലേ? സോറി കേട്ടോ അവളങ്ങനെ അടിച്ചതിൽ. ഇല്ല ഏട്ടാ, അതൊന്നും പ്രശ്നമില്ല. ഐ എം റിയലി സോറി ഡോ. ഞാൻ കാരണമല്ലേ തനിക്ക് അടി കൊണ്ടെന്നാലും. ഇല്ല ഏട്ടാ, അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഏട്ടൻ അത്രയ്ക്ക് വിഷമമായെങ്കിൽ അതിന് പകരമായിട്ട് എൻ്റെ കൂടെ ഒരു ഡ്രിങ്ക്സ് കഴിച്ചാൽ മതി. കുഴപ്പമുണ്ടോ? അതിനെന്താടോ, താൻ വാ. തരിക്കേട്ടൻ അങ്ങോട്ട് പൊക്കോ, ഞാനിപ്പോൾ വരാം കേട്ടോ. എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്, ഞാനിപ്പോൾ തന്നെ വരാം. എടോ ജുവൽ, ഐ എം റിയലി സോറി. ഞാൻ കാരണമല്ലേ ഇവിടെ ഇപ്പം ഇത്രയും പ്രശ്നം ഉണ്ടായത്. നമ്മൾ ആ ഡാൻസ് കളിക്കേണ്ടിയിരുന്നില്ല അല്ലേ?
സച്ചു താനെന്തീ പറയുന്നേ? അതൊന്നും കുഴപ്പമില്ലടോ. അത് ഏട്ടനിപ്പോൾ കാര്യം അറിയാതെ പറഞ്ഞതല്ലേ, കുഴപ്പമൊന്നുമില്ല. അത് അറിയുമ്പോഴത്തേക്കും ഏട്ടനൊരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്കറിയാടോ എൻ്റെ കിച്ചു ഏട്ടനെ. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും അതൊന്നും പ്രശ്നമില്ല. ശരിടാ ജുവൽ, എന്നാൽ ഞാനും കൂടി ചെല്ലട്ടെ. ആടെ സച്ചു, നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ശരിയായിക്കോളും. നീ അങ്ങോട്ടേക്ക് ചെല്ല്. ആടെ ജുവൽ, ശരി എന്നാ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? സാധനം കിട്ടിയോ? പിന്നെ ഈ സഞ്ജയ് പോയ എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? ഇത് പകുതി അവൻ്റെ ഡ്രിങ്കിൽ മിക്സ് ചെയ്ത് അവനും, പിന്നെ ഈ മെഡിസിൻ്റെ പകുതി അവൾക്കും ഏതെങ്കിലും ഒരു ഡ്രിങ്കിൽ മിക്സ് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി. എന്നിട്ട് നീ അവനെടുത്തോ, എനിക്ക് അവളെ മതി. പക്ഷേ നീയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കുടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നീ വേറെ ആരുടെങ്കിലും കയ്യിൽ കൊടുത്തു വിട്, എന്നിട്ട് അവളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി. എന്നിട്ട് എങ്ങനെയെങ്കിലും അവളെ പുറത്തെത്തിച്ചെന്നാൽ മതി, ഞാൻ അവളെ കൊണ്ട് പൊക്കോളാം. എന്നിട്ട് യു ക്യാൻ ഹാവ് എ ലവ്ലി ടൈം വിത്ത് യുവർ താരിക്കേട്ടൻ. ഓക്കെ? ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഏറ്റു. ശരി എന്നാ, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. നീ ഇവിടെ വെയിറ്റ് ചെയ്യ്. ഓഹോ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്ലാനിങ് അല്ലേ? ശരിയാക്കി തരാം. ജാക്സൺ ചേട്ടാ ഒന്ന് വന്നേ. എന്താടാ സച്ചു? ബാ, ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറയാം. അയ്യോ, ഇത് പ്രശ്നമാവുമല്ലോ സച്ചു. വാ, നമുക്ക് വേഗം ചെന്ന് അവരോട് പറയാം. വാ മിന്നുസേ. ആ, ജാക്സൺ ചേട്ടാ, സച്ചു, എന്താ പറ്റി? എന്താ നിങ്ങളുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? മിന്നുസേ, ഒരു പ്രശ്നമുണ്ട്. എന്താ ജാക്സൺ ചേട്ടാ, എന്തു പറ്റി? ഓഹോ, അപ്പോൾ ഇതൊക്കെയാണല്ലേ അവരുടെ പ്ലാനിങ്. ഞാനും ഓർത്തു പ്രപ്പോസലിൻ്റെ കാര്യം കോളേജ് മൊത്തം അറിഞ്ഞിട്ടും എന്താ അവളുടെ ഭാഗത്തുനിന്നൊരു റിയാക്ഷനും ഇല്ലാഞ്ഞെന്ന്. അപ്പോൾ അവർ കളിയൊക്കെ പ്ലാൻ ചെയ്തിട്ട് പെർഫെക്റ്റ് ടൈമിംഗ് നോക്കി ഇരിക്കുമായിരുന്നല്ലേ. ഇതെന്തായാലും നമുക്ക് പൊളിച്ചെടുക്കി കൈ കൊടുക്കണം ജാക്സൺ ചേട്ടാ. അവൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ആ ജുവൽ, അതൊക്കെ നമുക്ക് ശരിയാക്കി കൊടുക്കാം. പക്ഷേ ഇനി താനെന്തായാലും ഇവിടെ നിന്ന് ഇനി ഒരു ഡ്രിങ്ക്സും കുടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആടെ സച്ചു. അല്ല, കിച്ചുവേട്ടൻ എന്തേ? കിച്ചുവേട്ടനോട് പറഞ്ഞു ഈ കാര്യം? അയ്യോ, ഞങ്ങൾ പെട്ടെന്ന് നിന്നോട് വന്ന് പറയണമെന്നുള്ള ചിന്തയിൽ അവൻ്റെ കാര്യം വിട്ടുപോയി. ബാ, നമുക്ക് പോയി നോക്കാം. അയ്യോ ജാക്സൺ ചേട്ടാ, എന്നിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? നിങ്ങളെന്താ കിച്ചുവേട്ടൻ്റെ അടുത്തേക്ക് പോവാഞ്ഞോ? ഒരാൾക്ക് കിച്ചുവേട്ടൻ്റെ അടുത്തേക്ക് പൊക്കൂടായിരുന്നോ? എന്ത് ചെയ്യാൻ എൻ്റെ ചിന്നൂസേ, ആ സമയത്ത് ഫുള്ള് ടെൻഷനായിരുന്നല്ലോ. അപ്പം ഞങ്ങൾക്ക് മിന്നുവിൻ്റെ കാര്യം ആദ്യം മനസ്സിലേക്ക് വന്നേ, അവളെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഒരാൾക്ക് മിന്നുവിൻ്റെ അടുത്തേക്കും ഒരാൾക്ക് കിച്ചുവിൻ്റെ അടുത്തേക്കും പോകാമായിരുന്നു എന്നുള്ള കാര്യമേ ഞങ്ങൾ വിട്ടുപോയി. ആ ടെൻഷൻ അതൊന്നും ഓർത്തില്ല അന്നേ. എന്നിട്ട് എന്താ ജാക്സൺ ചേട്ടാ, വല്ല കുഴപ്പമുണ്ടായോ? കുഴപ്പമുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു കുഴപ്പമുണ്ടായി. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ കിച്ചുവിനെ കാണുന്നുണ്ടായിരുന്നില്ല. അയ്യോ, കിച്ചുവേട്ടൻ എവിടെ പോയിരുന്നു? അത് അപ്പോഴേക്ക് സനുഷ സഞ്ജയ് കൊടുത്ത ഡ്രഗ്സ് അവൻ്റെ ഡ്രിങ്ക്സിൽ കലക്കി കൊടുത്ത് അവൻ എങ്ങോട്ടോ കൊണ്ടുപോയിരുന്നു. എൻ്റെ ഈശോയെ, അവനപ്പോൾ ആ ഡ്രിങ്ക്സ് കുടിച്ചോ? എന്നിട്ട് എന്താ ഏട്ടാ? ഞങ്ങളപ്പോഴേക്കും എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. കാരണം അവൾ അവനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയെന്നോ എന്ത് ചെയ്യുവാണെന്നോ ഒന്നും തന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്തോ ദൈവഭാഗ്യത്തിന് കറക്റ്റ് ആ ടൈമിൽ സനുഷ പറഞ്ഞയച്ചിട്ട് അവളുടെ ഒരു ഫ്രണ്ട് മിന്നിന് കൊടുക്കാനുള്ള ഡ്രിങ്ക് ആയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. സനുഷ എല്ലാ കാര്യങ്ങളും ആ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കെല്ലാം അറിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പിടിച്ച് വരട്ടിയപ്പോഴത്തേക്കും അവൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ ഫെയർവെൽ ഫംഗ്ഷന് ഡ്രിങ്ക്സ് ഒക്കെ ഉള്ള പാർട്ടി ആയതുകൊണ്ട് തന്നെ ഇനി ഡ്രിങ്ക്സ് കഴിച്ചിട്ട് സ്റ്റുഡൻസിന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായാലോ എന്ന് വിചാരിച്ചിട്ട് കോളേജ് മാനേജ്മെൻറ്റ് ഓരോ സ്റ്റുഡൻസിനും ആ ഹോട്ടലിൽ തന്നെ റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ അവനെ കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയെന്ന് ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞു. അല്ല ജാക്സൺ ചേട്ടാ, ഈ സഞ്ജയ് എന്തൊക്കെ മെഡിസിൻസ് ആണ് അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തേ? കിച്ചുവിൻ്റെ ഡ്രിങ്ക്സിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വയാഗ്രയും മിന്നുവിൻ്റെ ഡ്രിങ്ക്സിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ സെഡേറ്റീവ്സും ആണ് അവൻ കൊടുത്തത്. എൻ്റെ കർത്താവേ, വയാഗ്രയോ? എന്നിട്ട് കിച്ചുവേട്ടൻ എന്തെങ്കിലും പറ്റിയോ ജാക്സൺ ചേട്ടാ? ബാക്കി പറയേ. എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി അവരെ അന്വേഷിച്ച് അവളുടെ റൂമിലേക്ക് പോയി. പക്ഷെ അവൾ റൂമിലെത്തിയിട്ടുണ്ടായില്ല. പോണ വഴിക്ക് തന്നെ ഞങ്ങൾ അവരെ കണ്ടു. ഓ, എൻ്റെ മിനുവിൻ്റെ അടുത്ത് കൊണ്ടു. എൻ്റെ മിനു മോളെ, മിനു എവിടെയാ മിനു? എനിക്ക് നിന്നെ കാണണം. ഓ, കുടിച്ച് ബോധമില്ലെങ്കിലും തനിക്കേട്ടന് അവളെ മതിയില്ലേ? അവളൊന്നുമില്ല, ഞാനേ ഉള്ളൂ. നമുക്ക് റൂമിൽ പോവാം. ഞാൻ കൊണ്ടുപോകാം മേട്ടനെ. വേണ്ട, നീ വേണ്ട, നീ പോ. എനിക്ക് എൻ്റെ മിനു മതി. മിന്നു എവിടെയാ നീ? മിന്നുസേ വാ, നീ വാ മിന്നു. ഡി, നിനക്ക് എൻ്റെ കിച്ചുവേട്ടനെ വേണം അല്ലേടി? നീ എൻ്റെ കിച്ചുവേട്ടന് ഡ്രിങ്ക്സ് കൊടുക്കുമല്ലോടി. നിന്നോട് എത്ര വട്ടം
ഞാൻ പറഞ്ഞിട്ടുണ്ടെടി, എത്ര വട്ടം നിനക്ക് എന്താടി പറഞ്ഞാൽ മനസ്സിലാവാതെ? നിന്നെ ഞാൻ ഇനി എന്താടി ചെയ്യേണ്ടത്? നിന്നെ ഞാനുണ്ടല്ലോ ഇന്ന് കൊല്ലൂടെ നിന്നെ ഞാനിന്ന്. മിന്നു മതി, നിർത്ത്. ദേ നീ ഇവനെയും കൂടി റൂമിലേക്ക് പോകാൻ നോക്ക്. ഞാൻ സച്ചും കൂടി നോക്കിക്കോളാം അവളുടെ കാര്യം. എന്നിട്ട് ഞാനിതിന് എന്തെങ്കിലും ആൻറ്റിഡോട്ട് കിട്ടുമെന്ന് നോക്കട്ടെ. ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാനത് റൂമിലേക്ക് കൊടുത്തുവിടാം. നീ ചെല്ലാൻ നോക്ക്, ഇവനെയും കൊണ്ട് പോ. മോളെ, ഇന്ന് നിന്റെ അവസാനത്തെ ദിവസം ആവാഞ്ഞത് നിന്റെ അച്ഛനും അമ്മയും ചെയ്ത എന്തോ പുണ്യം കൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇന്ന് കൊന്നേനെ. ഇനി നീ മേല ഞങ്ങളുടെ പുറകെ വന്ന അന്ന് ഞാൻ നിന്റെ അന്ത്യം കുറിക്കും, ഓർത്തോ നീ. മതി ജുവൽ, നീ കിച്ചണിനെ കൊണ്ട് പോകാൻ നോക്ക്. അരെ വാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മിന്നു സീനാട്ടോ. അല്ല ജാക്സൺ ചേട്ടാ, എന്നിട്ട് പിന്നെ ആ സനുഷൻ എന്ത് ചെയ്തു? സനുഷയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ മിന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങളായിട്ടൊന്നും ചെയ്യാൻ നിന്നില്ല. അവളെ പുറത്തേക്ക് മറ്റേ സഞ്ജയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവനിട്ട് 2 പൊട്ടിച്ചിട്ട് രണ്ടിനെയും പിന്നെ ഈ പരിസരത്തേക്ക് കണ്ടുപോകരുത്, അവരുടെ 7 അയലത്ത് കണ്ടുപോകരുതെന്ന് വാർണിംഗ് കൊടുത്തിട്ട് വിട്ടു. ഷേ, അതെന്ത് പണിയാ ജാക്സൺ ചേട്ടാ നിങ്ങൾ കാണിച്ചത്? നിങ്ങളുടെ അതിൽ പ്രൂഫും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാറുന്നില്ലേ? എൻ്റെ ചിന്നുമോള് ഞങ്ങൾക്ക് അതിന് ആഗ്രഹമില്ലാന്നിട്ടല്ല, പക്ഷെ പോലീസിലൊന്നും ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ലാന്നേ. ഇവൻ്റെ അച്ഛൻ MLA ആയതുകൊണ്ട് അവർ ഈസി ആയിട്ട് ഇറങ്ങിപ്പോരും. പിന്നെ എന്തിനാ വെറുതെ നമ്മുടെ സമയം മെനക്കെടുത്താനായിട്ട്? അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ ആ വഴി ഞങ്ങൾ പോവാഞ്ഞത്. അല്ലെങ്കിൽ ഇവനൊന്നും നേരായ വഴിയൊന്നും പറ്റില്ല ജാക്സൺ ചേട്ടാ. ഈ വളഞ്ഞ വഴി തന്നെയാണ് നല്ലത്. നിങ്ങളെന്തായാലും നല്ലോണം അവന് കൊടുത്തിട്ട് വിട്ടത് നന്നായി. അല്ല, എന്നിട്ട് പിന്നെ കിച്ചുവേട്ടൻ്റെ കാര്യം എന്തായി? വയാഗ്രയുടെ ആഫ്റ്റർ എഫക്ട്സ് നിങ്ങൾക്ക് അറിയാലോ. അവൻ ആ ഒരു ടൈമായപ്പോൾ തന്നെ സെക്ഷൽ ഹൗസിൽ വന്ന് തുടങ്ങിയിരുന്നു. മിന്നു അവൻ ഒരു കണക്കിന് റൂമിൽ എത്തിച്ചെങ്കിലും പിന്നീട് അവൻ അങ്ങോട്ട് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നോക്ക്. മിന്നു മിന്നു എൻ്റെ മിന്നു അവിടെ, എൻ്റെ മിന്നുവിനെ വിളിക്കെനിക്ക്, എൻ്റെ മിന്നുവിനെ കാണണം. ഓ, കിടന്ന് ബഹളം വെക്കണ്ട, ഞാൻ മിന്നു തന്നെയാ. നീ എൻ്റെ മിന്നു? മിന്നു, ഐ ലവ് യു മിന്നു, ഐ ലവ് യു സോ മച്ച്. നീ എന്തിനാ അവൻ്റെ കൂടെ ഡാൻസ് കാണിച്ചത്? അതുകൊണ്ടല്ല ഞാൻ ദേഷ്യപ്പെട്ടു. സോറി മിന്നു, ഐ ലവ് യു മിന്നു, ഐ ലവ് യു. ഓ, എൻ്റെ കിച്ചുവേട്ടാ ഒന്നും മിണ്ടാതിരിക്കെ. കണ്ട പെമ്പിള്ളേർ ഓരോന്ന് കലക്കി തന്ന ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കുടിച്ചിട്ട് കിടന്ന് ബഹളം വെക്കുന്ന കണ്ടില്ലേ? അത് പിന്നെ നീ അവൻ്റെ കൂടെ പോയിട്ടല്ല. സോറി മിന്നു, ഐ ലവ് യു മിന്നു, ഐ ലവ് യു. ഓ ശരി ശരി, സമ്മതിച്ചു. നിങ്ങളിപ്പോ ഒന്ന് മിണ്ടാതിരിക്കുക എൻ്റെ കിച്ചുവേട്ടാ. മിന്നു, നീ എവിടെ? എനിക്ക് നിന്നെ കിസ് ചെയ്യാൻ തോന്നുന്നു മിന്നു. എനിക്ക് കിസ് ചെയ്യണം മിന്നു നിന്നെ. നിങ്ങൾക്ക് ഇപ്പൊ കിസ് മാത്രല്ല വേറെ പലതും ചെയ്യാൻ തോന്നും. അങ്ങനെയാണല്ലോ അതിന്റെ റിയാക്ഷൻ. മിന്നു, കിച്ചുട്ടാ മാറിക്കേ, വിട്. എൻ്റെ കർത്താവേ, ഇത് പ്രശ്നമാവുന്ന മട്ടാണല്ലോ. ഇതിനിപ്പം ഞാൻ എന്താ ചെയ്യുക? ആൻറ്റിഡോട്ട് വാങ്ങിക്കൊടുത്തേക്കാന്ന് പറഞ്ഞ ജാക്സൺ ചേട്ടൻ്റെയും ഒരു വിവരവും ഇല്ല. എന്ത് ചെയ്യും ഞാൻ? കുറച്ച് വെള്ളം എടുത്ത് തലവഴി വെച്ച് കഴിഞ്ഞാൽ ശരിയാവോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അയ്യോ, ഇത് മഴയോ? വീടിനകത്ത് ചോർച്ച ഉണ്ടോ? മഴയും ചോർച്ചയൊക്കെ, മിണ്ടാതിരുന്നോളണം അവിടെ. അയ്യോ മിന്നു, മിന്നു. എന്തൊക്കെ ചൂടാ, എന്തേ കാണിക്കുന്നേ? മാറി മിന്നു പ്ലീസ് മിന്നു, ഐ കാൺട്ട് ഹെൽപ്പ് മിന്നു. എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നു മിന്നു, പ്ലീസ്. എനിക്ക് പറ്റുന്നില്ല മിന്നു. കിച്ചുട്ടാ മാറിക്കേ, എന്തോ കാണിക്കുന്നേ? മിന്നു, ഐ എം സോറി, ബട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല കൺട്രോൾ ചെയ്യാനായിട്ട്. കിച്ചുട്ടൻ ബാ, നമുക്ക് റൂമിലേക്ക് പോവാം. ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്കെല്ലാം ശരിയാവും. ബാ മിന്നു, നീ പൊക്കോ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നിന്നെ എന്തെങ്കിലും ചെയ്യും. എനിക്ക് പേടിയാ. നീ പൊക്കോ. കിച്ചേട്ടാ, അതാരാ? അത് ചിലപ്പോൾ ജാക്സൺ ചേട്ടൻ ആൻറ്റിഡോട്ടായിട്ട് വന്നായിരിക്കും. ഞാൻ പോയി നോക്കട്ടെ. ജുവൽ, താൻ ഓക്കെ അല്ലേ? സച്ചു, താനായിരുന്നോ? ജാക്സൺ ചേട്ടൻ എന്തേ?
ജാക്സൺ ചേട്ടൻ അവിടെ സനുഷയുടെ സഞ്ജയുടെ കുറച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ തിരക്കില്ല. അതാ ഞാൻ വന്നേ. ആണോ? എന്തായിടാ സച്ചു, ആൻറ്റിഡോട്ട് വല്ലതും കിട്ടിയോ? ഏയ് ഇല്ല ജുവൽ, ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ എങ്ങും കിട്ടാനില്ല. ഇനി അഥവാ വാങ്ങിക്കണമെങ്കിൽ തന്നെ അതിന് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണം. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവേട്ടനെ കൊണ്ട് ഏതെങ്കിലും ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യണം. ഏയ് കിച്ചുവേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അത് പ്രാക്ടിക്കലി പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സച്ചു. എന്തായാലും ഞാനൊന്ന് കിച്ചുവേട്ടനോട് ചോദിച്ചു നോക്കട്ടെ. കിച്ചുവേട്ട, സച്ചുവാണ് വന്ന് ആൻറ്റിഡോട്ടൊന്നും കിട്ടിയില്ല എന്ന് അവൻ പറയുന്നേ. പിന്നെ അഥവാ ഇനി വാങ്ങിക്കണമെങ്കിൽ തന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന്. അല്ലെങ്കിൽ പിന്നെ പോസിബിളായിട്ടൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്കന്ന് ഹോസ്പിറ്റലിൽ പോയല്ലോ കിച്ചുവേട്ടാ? ഏയ് ഇല്ല, വേണ്ട മിന്നു, ഹോസ്പിറ്റലൊന്നും പോകണ്ട. എനിക്ക് വയ്യ ഹോസ്പിറ്റലൊന്നും പോകാനായിട്ട്. ഇത് നാളെ ആകുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ശരിയായിക്കോളും. നീ എന്നാ സച്ചുൻ്റെ കൂടെ പൊക്കോ, നീ ഇവിടെ നിൽക്കണ്ട. നിന്നാൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണൊക്കെ മങ്ങിപ്പോവും, എനിക്ക് എൻ്റെ തലയൊക്കെ പൊട്ടിപ്പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പൊക്കോ, നീ അവൻ്റെ കൂടെ പൊക്കോ. കിച്ചുവേട്ടൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഒറ്റക്കാക്കിയിട്ട് പോകുന്നേ? ഓ, എൻ്റെ ഈ അവസ്ഥയിൽ നീ ഇവിടെ നിന്നാലും മിന്നു പ്രശ്നം. എനിക്കിപ്പോൾ ഫീലിങ്സ് ഒക്കെ കൂടി വരുക. എനിക്ക് ചിലപ്പോൾ എൻ്റെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിന്നെ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എൻ്റെ കൈവിട്ട് പോകും മിന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നീ പൊക്കോ, നീ അവൻ്റെ കൂടെ വീട്ടിൽ പൊക്കോ. ചെല്ല് മിന്നു, പോവാൻ നോക്ക് വേഗം. പക്ഷെ കിച്ചുവേട്ടാ. മിന്നു, ഞാൻ മാനേജ് ചെയ്തോളാം എൻ്റെ കാര്യം. നീ വേഗം പോവാൻ നോക്കടാ പ്ലീസ്. ഓക്കെ ചേട്ടാ. സച്ചു, എടാ നമുക്ക് പോവാം. നീ എന്നൊന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാവോ? അല്ല ജുവൽ, അപ്പോൾ കിച്ചുവേട്ടൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാന്നാ പറയുന്നത്. എന്നോടിവിടെ നിൽക്കണ്ട, പൊക്കോളാൻ പറഞ്ഞു. ഓ ആണോ? എന്നാ പിന്നെ അതാടാ നല്ലത്. എന്നാ വാ, നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അപ്പം മിന്നു സച്ചുൻ്റെ കൂടെ പോയോ? പോയെന്നാണ് കിച്ചു പറഞ്ഞത് എന്നോട് പിന്നീട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡ്രിങ്ക്സും കൂടി കഴിച്ചിരുന്നതുകൊണ്ട് അവന് കുറേ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവന് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ മുഴുവൻ കാര്യങ്ങളും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നടന്ന ഒന്നും അവന് ഓർമ്മയില്ലേ? എല്ലാം ഒന്നും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ ഞാനാണ് കുറേ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുത്തേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നടന്ന മിക്ക സംഭവങ്ങളും അവൻ മറന്നുപോയി. ബെസ്റ്റ്, മൂക്കറ്റം കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇരിക്കും. അത് പിന്നെ തരൂ, മിന്നു സച്ചുണ്ടും കൂടി ഡാൻസ് കളിക്കുന്ന അന്ന് കണ്ടപ്പോഴത്തേക്കും അവളുള്ള ദേഷ്യത്തിന് അവൻ ഓൾറെഡി കുറേ ഡ്രിങ്ക്സ് കഴിച്ചിരുന്നു. അതിൻ്റെ പുറകെ കൂടെയാണ് ഈ സനുഷ അവന് കൂടുതൽ ഡ്രിങ്ക്സും കൊടുത്തത്. പിന്നെ ഈ വയഗ്ര മിക്സ് ചെയ്തും ഡ്രിങ്ക്സ് കൊടുത്തത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ജാക്സൺ ചേട്ടാ. കിച്ചുവേട്ടന് കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ അന്ന് അങ്ങനെ ആയിരുന്നില്ലേ സിറ്റുവേഷനൊക്കെ. അപ്പോൾ പിന്നെ എങ്ങനെ ഏട്ടനെ കുറ്റം പറയാൻ പറ്റുക? ഓ, നീ പിന്നെ എന്ത് പറഞ്ഞാലും ഏട്ടൻ്റെ സൈഡല്ലേ പറയുള്ളൂ. പിന്നെ നീ ഒന്ന് പോടാ. ഞാൻ അങ്ങനെ ആരുടെയും സൈഡൊന്നും പറയാറില്ല. ഞാൻ ന്യായത്തിൻ്റെ സൈഡേ പറയാറുള്ളൂ. ഓ പിന്നെ ഇതിനകത്ത് എവിടെയാണ് ന്യായമുള്ളത്? സത്യം പറഞ്ഞാൽ മിന്നുവിൻ്റെ സൈഡിലല്ലേ ന്യായമുള്ളത്? ഏട്ടനൊന്നും പറയുന്നത് കേൾക്കാൻ പോലും നിന്നില്ലല്ലോ. നീ ശരിക്കും അവളുടെ സിസ്റ്റർ തന്നെയാണോ? എനിക്ക് നല്ല സംശയമുണ്ട്. ആഹാ, അപ്പം നീ ആ ഏട്ടൻ്റെ അനിയനല്ലേ? എന്നിട്ട് ഏട്ടനെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നീ വെറുതെ കളയാറില്ലല്ലോ. അതോ? അയ്യോ എൻ്റെ പൊന്നു പിള്ളേരെ, നിർത്ത്, മതി. ഇതെന്താണിത്? വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ ഈ അടി കൂടുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലെങ്കിലും കണ്ട് എനിക്ക് ബോറടിച്ചു തുടങ്ങി. മതിയാക്ക്, ഞാൻ ബാക്കി പറയട്ടെ. സോറി ഏട്ടാ, ഏട്ടൻ പറഞ്ഞു. എന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. പക്ഷെ അതെനിക്കും കിച്ചുവിനും മാത്രമേ അറിയുള്ളൂ. കിച്ചു പിറ്റേ ദിവസം എഴുന്നേറ്റിട്ട് ഫ്രഷായിട്ട് റൂമിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ സനുഷ നിൽക്കുന്നു. കിച്ചുവിൻ്റെ റൂമിലോ? അതെങ്ങനെ അവള് റൂമിനകത്ത് കയറി? അത് പിന്നെ അവളുടെ പ്രോപ്പർട്ടി ആയിരുന്നോടാ ആ ഹോട്ടല്. അവളപ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് റിസപ്ഷനിൽ നിന്ന് കീ വാങ്ങിയിട്ട് പുറത്തുനിന്ന് തുറന്ന് കയറിയതാ. എൻ്റെ പൊന്നു കർത്താവ്, ഈ പെണ്ണ് എത്ര കിട്ടിയാലും മതിയാവില്ല ഏട്ടാ. അതിൻ്റെ തലേ ദിവസമല്ലേ മിന്നു അവക്കിട്ട് കുറേ കൊടുത്തത്. എന്നിട്ടും മതിയായില്ലേ ഇതൊക്കെ? എന്തിനാ അവള് വന്നേ? അത് താനെന്താടെ ഇവിടെ? താനെങ്ങനെയാ റൂമിനകത്ത് കയറി? അതേട്ടാ, ഞാൻ സോറി പറയാൻ വന്നതാ. ഐ എം റിയലി സോറി ഏട്ടാ. ഞാൻ ഇന്നലെ ചെയ്തതിനൊക്കെ ഞാൻ അങ്ങനെ. സനുഷ മതി, താൻ ഇന്നലെയും കുറേ സോറി പറഞ്ഞതല്ലേ? എന്നിട്ടെന്തായി? താൻ പിന്നെയും കുറേ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുകയല്ലേ ചെയ്തത്? താനൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഞാൻ തന്നെ തല്ലാത്തത്. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. അല്ല, അത് പിന്നെ ഏട്ടാ എനിക്ക് പറയാനുള്ളത്. എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത്? തന്നോട് ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ? താൻ വെറുതെ എന്നെ കൊണ്ട് കൈ വെപ്പിക്കരുത്. ഇറങ്ങി പൊക്കോ മര്യാദക്ക്. ഓ ഭാഗ്യം, അവള് ചെയ്ത കാര്യങ്ങളൊക്കെ അവന് ഓർമ്മയുണ്ടായിരുന്നല്ലോ. അതെന്തായാലും നന്നായി. തരൂ, ഒന്നും മിണ്ടാതിരുന്നേ.
ജാക്സൺ ചേട്ടാ, പിന്നെ അവളെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല ചിന്നുസേ, പിന്നെ അവളെ കൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അവൾ പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് പറയാനോ ചെയ്യാനോ ആയിട്ട് വന്നിട്ടുമില്ല. എൻ്റെ കർത്താവേ, നിനക്ക് നന്ദി. അപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിപ്പിച്ചായിരുന്നല്ലോ ആ സാധനത്തിന്. അതിനുശേഷം പിന്നെ എന്തുണ്ടായി ജാക്സൺ ചേട്ടാ? എന്നിട്ട് ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് ഞങ്ങൾ ആരും പരസ്പരം കണ്ടില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് കോളേജിൽ വെച്ചാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. അപ്പോൾ മിന്നു കിച്ചുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അന്നത്തെ ദിവസത്തെ പറ്റി എന്തോ ചോദിച്ചു. കിച്ചുവേട്ടാ? മിന്നുസേ, കിച്ചുവേട്ടൻ എന്താ അന്ന് നടന്നതിനെ പറ്റി ഒന്നും സംസാരിക്കാത്തെ? ഞാൻ നിന്നെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാഞ്ഞത്. അന്ന് ഞാൻ കുറച്ച് ഓവറായിരുന്നു, സോറി. ഞാൻ വെറുതെ ആവശ്യമില്ലാതെ ഡ്രിങ്ക്സും കഴിച്ചു, ഓവറായി. അതുകൊണ്ടാണ് ഞാൻ അവളുടെ ട്രാപ്പിലും വീണുപോയത്. സോറിടാ. അതല്ലാതെ വേറൊന്നും കിച്ചുവേട്ടന് ഓർമ്മയില്ലേ? അതല്ലാതെ പിന്നെ ജാക്സൺ പറഞ്ഞു എൻ്റെ അടുത്ത് നീയാണ് എന്നെ റൂമിലേക്ക് കൊണ്ടുപോയെന്ന്. പിന്നെ നീ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചുവിൻ്റെ കൂടെ പോയതും എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ കംപ്ലീറ്റ് ബോധവും പോയെന്നാണ് തോന്നുന്നത്. എനിക്ക് പിന്നെ വേറെ ഒന്നും ഓർമ്മയില്ല. ഞാൻ സച്ചുവിൻ്റെ കൂടെ പോയെന്നോ? നീ പോയായിരുന്നല്ലോ. നിന്നോട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു, നിന്നെ ഞാൻ പറഞ്ഞു വിട്ടായിരുന്നില്ലേ? അപ്പോൾ ശരിക്കും കിച്ചുവേട്ടന് വേറെ ഒന്നും ഓർമ്മയില്ല? ഇല്ലടാ, എനിക്ക് മിക്ക കാര്യങ്ങളും ഓർമ്മയുണ്ടായില്ല. പിന്നെ കുറേയൊക്കെ ജാക്സൺ പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന്. എന്താ, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല കിച്ചുവേട്ടാ, ഒന്നുമില്ല. എന്നാ വേഗം ക്ലാസ്സിലേക്ക് പോക്കോ, ബെല്ലടിച്ചില്ലേ? ഓക്കെ ചേട്ടാ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഒരാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂടാ. പിന്നെ ഞങ്ങൾക്ക് സ്റ്റഡി ലീവായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എക്സാംസ് ആയിട്ടൊക്കെ ബിസി ആയിരുന്നു. എക്സാംസ് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ കിച്ചു നമ്മുടെ കേസ് കൺസ്ട്രക്ഷനിൽ CEO ആയിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു 1 മന്ത് കഴിഞ്ഞപ്പോഴേക്കും കിച്ചു അവൻ്റെ പേരൻസിനെ കൂട്ടിക്കൊണ്ടുപോയി മിന്നുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു, അവരുടെ കല്യാണക്കാരെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. മിന്നു അപ്പോൾ ഫൈനൽ ഇയർ ഡിഗ്രി ആയിട്ടേ ഉള്ളൂ. അന്ന് അവിടെ വെച്ച് അവരുടെ കല്യാണക്കാരെ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് മിന്നു തലകറങ്ങി വീഴുന്നത്. അവളെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് അവൾ 2 മാസം പ്രഗ്നൻ്റ് ആണെന്ന് എല്ലാവരും അറിയുന്നത്. അയ്യോ മിന്നുമോളെ, മിന്നുമോളെ എന്താ പറ്റിയ? മിന്നുമോളെ എണീക്ക്, മിന്നു എണീക്ക്. മാത്യപ്പ വേഗം കാർ എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ എൻ്റെ മോളെ എന്താ പറ്റിയ? എൻ്റെ മോക്ക്. എൻ്റെ അന്നമ്മ, നീ ഇങ്ങനെ കരയാതെ, നീ അവരുടെ കൂടെ ചെല്ല്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം, നീ കൂടെ ചെല്ലെന്നാ. കുശായ ഇതാ ഒരു വന്നെന്ന് തോന്നുന്നേ. മിന്നുസേ, എന്താ പറ്റിയേ? മാത്യച്ചായ, എന്താ എൻ്റെ മോക്ക് പറ്റിയേ? അന്നാമ്മോ, എന്താടി പറ്റിയേ? എടാ ചെറുക്കൻ, നീയെങ്കിലും ഒന്ന് പറ, എന്താ എൻ്റെ മിന്നുമോക്ക് പറ്റിയേ? നിങ്ങൾ ആരും എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ദാ നിൽക്കുന്നില്ലേ അസത്ത്, നിന്റെ പുന്നാര മിന്നുമോള്. അവളോട് തന്നെ ചോദിച്ചു നോക്ക് എന്താ പറ്റിയെന്ന്. നീ എന്തിനാ അന്നമ്മ ഇനി ദേഷ്യപ്പെടുന്നേ? ഞാൻ ചോദിച്ചോളാം എൻ്റെ മോളോട്. പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ എന്താ ചെയ്യാ സാറമ്മോ? അവൾ ഒപ്പിച്ചു വെച്ചേക്കുന്ന പണിക്കുണ്ടല്ലോ, അവളെ ദേഷ്യപ്പെട തല്ലുമല്ല കൊല്ലുക വേണ്ട. വീട് മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? എടാ കിച്ചു, നീയെങ്കിലും ഒന്ന് പറ, എന്താ പ്രശ്നം എന്താ? സാറമ്മി, ഞാൻ പറയാം. ഞാൻ 2 months പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻ്റോ? എന്താ മിന്നുമോളി പറയുന്നേ? കേട്ടില്ലേ സാറമ്മ അവള് പറഞ്ഞത്? നിന്റെ പുന്നാന മിന്നുമോള് പ്രഗ്നൻ്റ് ആണെന്ന്. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാനായിട്ട് എന്താ ഇവിടെ ഞാൻ ചെയ്യണ്ടേ? എന്താണിത്? എന്തേ കേൾക്കുന്നേ? മിന്നു പ്രഗ്നന്റ് ആണോ? എനിക്കൊന്നും അറിയില്ല എൻ്റെ കോശി. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ പറയുക എൻ്റെ മോള് പ്രഗ്നന്റ് ആണെന്ന്. ഞാൻ എന്താ ചെയ്യാ? എനിക്കൊരെത്തും പിടിയില്ല എന്താ ഇപ്പം ചെയ്യണ്ടേന്ന്. നിൽക്കുന്നുണ്ടില്ലേ അഹങ്കാരി. എന്നാ ഇത് ആരുടെ കൊച്ച, ആരാ, എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾക്ക് ഒന്നും പറയാനില്ല. അവള് മിണ്ടാതെ നിൽക്കുവാടെ. എന്നാ അബോട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിക്കുന്നില്ല. എന്താ ചെയ്യേണ്ടത് ഞാൻ ഈ സാധനത്തിന്? പാവം എൻ്റെ കിച്ചുമോൻ. ഇത് കേട്ടപ്പോൾ ഞങ്ങളെക്കാളും കൂടുതലൊക്കെ തകർന്നു പോയത് എൻ്റെ കിച്ചുമോനാ. നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കുക, അവൾക്ക് കുറച്ച് സമാധാനം കൊടുക്ക്. അവളോട് സമാധാനത്തോടെ കാര്യങ്ങൾ ചോദിച്ചാൽ അവൾ പറയുമായിരിക്കും. പിന്നെ പറയും. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ 3 മാറി മാറി ചോദിക്കുക അവളുടെ അടുത്ത് കാര്യങ്ങൾ. ഇവൾ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നീ ചോദിച്ചു നോക്ക്, സാറമ്മയുടെ പുന്നാരം മോളല്ലേ, സാറമ്മയോടെങ്കിലും പറയുമെന്ന് നോക്കട്ടെ. എൻ്റെ പൊന്നമ്മ, നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ ചോദിക്കാം അവളോട്. മിന്നുമോളെ, എന്ത് പറ്റിയടാ? സാറമ്മയോട് പറ മോള്, എന്താ എൻ്റെ മൂക്ക് പറ്റിയേ? ആരെൻ്റെ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്തേ? പറയടാ. കണ്ട അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നേ, എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കി. ഇവളിന്ന് ഞാൻ
എന്റെ അന്നമ്മ ഒന്ന് വെറുതിരിക്കുന്നേ, ഒന്ന് സമാധാനപ്പെട്. എങ്ങനെ സമാധാനപ്പെടാനാ നീ പറയുന്ന സാറമ്മോ? അന്നമ്മമ്മി വേണ്ട, ഞാൻ ചോദിക്കാം അവളോട്. മിന്നു പറയും, ആരാ നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ? എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ കിച്ചുവേട്ടനാണെന്ന് ഞാൻ പറഞ്ഞാൽ ഏട്ടൻ വിശ്വസിക്കോ? നിങ്ങൾ വിശ്വസിക്കോ? ഞാനോ? ഓ, പിന്നെ കള്ളം പറയും നോക്കി ഇവള് ഞാൻ എന്താ ചെയ്യണ്ടേ? അന്നമ്മമ്മി നിൽക്ക് ഒരു മിനിറ്റ്. മിന്നു, നിന്റെ ദേഹത്ത് ഞാനൊന്നും തൊട്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാ ഞാൻ നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനാവുന്നേ? ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ നിങ്ങളാരും വിശ്വസിക്കില്ല എന്ന്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇതേ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. മിന്നു, എന്നാൽ അതെല്ലാം വിട്. നിന്നോട് ഇനി ഞങ്ങൾ ആരും ചോദിക്കുന്നില്ല ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്നുള്ളത്. പക്ഷേ നമുക്ക് ഈ കുഞ്ഞ് വേണ്ട മിന്നു. നമുക്കിതിനെ അബോട്ട് ചെയ്ത് കളയാം. എന്നിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ തന്നെ നമ്മുടെ കല്യാണം നടത്താം. പ്ലീസ് മിന്നു, കിച്ചുവേട്ടനല്ലേ പറയുന്നേ? കിച്ചുവേട്ടാ, എത്ര നിസ്സാരമായിട്ടാ കിച്ചുവേട്ടൻ പറഞ്ഞത് കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയാമെന്നൊക്കെ. ഇനിയിപ്പോൾ ഇത് കിച്ചുവേട്ടൻ്റെ കുഞ്ഞല്ലാന്ന് ഏട്ടൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതും ഒരു ജീവനാ കിച്ചുവേട്ടാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും, അതിനെ വളർത്തും. മിന്നുമോളെ, എടാ എന്തിനാടാ നീ ഇങ്ങനെ ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നേ? പപ്പയും അമ്മയൊക്കെ പറയുന്ന കേക്കടാ, നമുക്ക് വേണ്ടടേ കുഞ്ഞിനെ. ഇല്ല പപ്പ, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ കളയാൻ പറ്റില്ല പപ്പ. അന്ന് മമ്മി പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കും ഇതുപോലെ നിങ്ങൾക്ക് ഞങ്ങളെ രണ്ടുപേരും കളയാൻ പറ്റിയോ? നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് ഞങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതുപോലെ തന്നെയാണ് എനിക്കെൻ്റെ ഈ കുഞ്ഞും. എനിക്കെൻ്റെ കുഞ്ഞും വലുത് തന്നെയാണ് പപ്പ. എനിക്ക് പറ്റില്ല എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ. ഇതും പറഞ്ഞുകൊണ്ട് ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട. എൻ്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അവളൊന്ന് ന്യായം പറയും നോക്കിക്കേ. എടി, അന്ന് ഞാൻ നിങ്ങളെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിലേ ഞങ്ങളെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയും കിട്ടി നല്ല അന്തസ്സായിട്ട് കെട്ടും കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ പ്രഗ്നൻ്റ് ആയത്. അല്ലാതെ ഇതുപോലെ പഠിത്തമൊന്നും കഴിയാതെ കല്യാണത്തിന് മുന്നേ അല്ല. മിന്നു, നിനക്ക് കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയണ്ടെങ്കിൽ ശരി, സമ്മതിച്ചു, കളയണ്ട. ഞാൻ സ്വീകരിച്ചോളാം നിന്നെയും കുഞ്ഞിനെയും. എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ ഞാൻ നോക്കിക്കോളാം ആ കുഞ്ഞിനെ. പക്ഷേ ആ കുഞ്ഞിൻ്റെ പിതൃത്വത്തിൻ്റെ അവകാശി ആരാന്ന് എനിക്കറിയണം. അത് നീ പറയണം മിന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല കിച്ചുവേട്ടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? മോനെ കിച്ചു, നീ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും എൻ്റെ മോന് തെറ്റ് പറ്റിയിട്ടുണ്ടോ? മമ്മി എന്തേ പറയുന്നേ? ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല മമ്മി. ഇവളിത് വെള്ളോൻ്റെ കുഞ്ഞിനെ എൻ്റെ തല കെട്ടിയൊക്കെ നോക്കുക. ദേ കിച്ചുവേട്ടാ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ആ ഓക്കെ ശരി, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാന്നല്ലേ നീ പറയുന്നത്? എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു DNA ടെസ്റ്റ് നടത്തി നോക്കാം. അതാകുമ്പോഴത്തേക്കും പിന്നെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, കൺഫ്യൂഷനും മാറിക്കിട്ടും. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു DNA ടെസ്റ്റ് നടത്തി എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം പ്രൂവ് ചെയ്യേണ്ട ഒരാവശ്യം എനിക്കില്ല. പിന്നെ ഇത് ആരുടെ കുഞ്ഞാന്ന് നിനക്ക് പറഞ്ഞാൽ എന്താടി? അത് ചോദിക്കുമ്പോൾ മാത്രം എന്താ നിനക്ക് മൗനവ്രതം? നിന്റെ കൊച്ചെന്താ തന്തയില്ലാത്ത കൊച്ചാണോ? ഡാ കിച്ചു, നീ എന്തൊക്കെയാടാ പറയുന്നത്? നാക്കിന് ലൈസൻസ് ഇല്ലാന്നും പറഞ്ഞ് എന്തും വിളിച്ച് പറയാന്ന് വിചാരിക്കരുത് നീ. മമ്മി പിന്നെ ഇവള് മതി, നിർത്ത്. ദേ, എല്ലാവരോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഇതിനെപ്പറ്റി ഒന്നും തന്നെ മിന്നുനോട് ചോദിക്കാൻ നിൽക്കണ്ട. അവൾക്ക് എന്നാണോ നമ്മളോട് ഇതിനെപ്പറ്റിയൊക്കെ വന്ന് പറയാൻ തോന്നുന്നേ അന്ന് അവളായിട്ട് സ്വയമേ വന്ന് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയട്ടെ. അല്ലാതെ ഇനിയും ഇതിനെപ്പറ്റി ഓരോന്നും ചോദിച്ച് എൻ്റെ കൊച്ചിനെ വേദനിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എല്ലാവരും കേൾക്കാൻ വേണ്ടിയായി പറയുന്നേ. സാറമ്മോ, നീ ഇനി മിണ്ടണ്ട അന്നമ്മോ. നിന്നോടും അതിശാനോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ എത്രയൊക്കെ അബോട്ട് ചെയ്ത് കളയാൻ പറഞ്ഞാലും ഇവളുടെ വയറ്റിൽ വരുന്ന കുഞ്ഞ് നിങ്ങളുടെയും കൂടി ചോരയാണ്. അത് ഓർത്തോ നിങ്ങൾ? അതേപോലെ തന്നെ ഒരമ്മയ്ക്കും തൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാൻ കഴിയില്ല. ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ മിന്നുമോളുടെ കൂടെ നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഇനി ഇവിടെ ഒരു ചർച്ച വേണ്ട. കിച്ചു, നിന്നോടും കൂടെ പറയുന്നേ. ഇനിയിപ്പം നിങ്ങളായിട്ട് തന്നെ എല്ലാം തീരുമാനിച്ചെങ്കിൽ ഞാനെന്ത് പറയാനാ? ഞാനൊന്നും പറയുന്നില്ല. എടി മിന്നു, എന്നാലും നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലടി. ആയിക്കോ, നിങ്ങളായിട്ടൊക്കെ തന്നെ എന്താണെന്ന് വെച്ചായിക്കോ. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. കിച്ചുമോനെ. അന്നമ്മോ, അവനെ വിളിക്കണ്ട, അവൻ പോക്കോട്ടെ. ആ, അന്ന് അവിടെ നിന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് കിച്ചു അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പോയതാണെങ്കിൽ നേരെ ബാറിലേക്കും. അവൻ ഒരുപാട് വിഷമമായി.
അതിൻ്റെ പേരിൽ അവന് അന്ന് ഒരുപാട് മദ്യപിച്ച അവസാനം ബോധമില്ലാത്ത അവസ്ഥയായി. അവസാനം ബാറിലെ ഒരു അറ്റൻഡറാണ് അവൻ്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചത്. ഞാൻ അവനെ കൂട്ടിക്കൊണ്ടെല്ലാം ചെന്നപ്പോഴാണെങ്കിൽ അവന് മിന്നുവിൻ്റെ വീട്ടിൽ പോകണം, മിന്നുവിനെ കാണണം എന്ന് ഒരേ വാശി. ഞാൻ അവനോട് ഒരുപാട് തവണ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, സമയം ലേറ്റായി, നാളെ കാണാം എന്നൊക്കെ. പക്ഷേ അവൻ എന്തേതാ അടുക്കുന്നില്ലായിരുന്നു. അവനപ്പം തന്നെ മിന്നുവിനെ കാണണം എന്നുള്ള വാശി തന്നെയായിരുന്നു. അവസാനം അവൻ്റെ വാശി കാരണം എനിക്ക് അവനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ടി വന്നു. ഡീ മിന്നു, നീ എവിടെയാടി? ഇറങ്ങി വാടി ഇങ്ങോട്ട്, ഇങ്ങ് വാ. കിച്ചു മോനെ കിച്ചു, നീ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട് പപ്പ. അതെന്ത് ചോദ്യാ? ഇന്ന് ഞാൻ ഡ്രിങ്ക്സ് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് കഴിക്കാനാ? ഇന്ന് എൻ്റെ ജീവിതമേ പോയ ദിവസമല്ലേ. നിങ്ങളുടെ മോള് കാരണം എൻ്റെ ജീവിതം നശിച്ചു പോയ ദിവസമല്ലേ ഇന്ന്. അപ്പൊ ഞാൻ കഴിക്കണ്ടേ ഡ്രിങ്ക്സ്? ഡീ മിനു, എവിടെ ആടി? നീ ഇങ്ങ് ഇറങ്ങി വാടി, എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ ഇറങ്ങി വാ ഇങ്ങ്. മോനെ കിച്ചു, നീ ശരിക്കും ബോധത്തോടെ അല്ല ഇപ്പൊ സംസാരിക്കുന്നത്. മോൻ ചെല്ലാൻ നോക്ക്, നമുക്ക് നാളെ സംസാരിക്കാം. ഇല്ല പപ്പ, അവളോട് സംസാരിക്കാനുള്ള ബോധമൊക്കെ എനിക്ക് ഉണ്ടെന്നേ. എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഡി മിന്നു, നീ ഇറങ്ങി വാടി, വാ നമുക്ക് സംസാരിക്കാം. കിച്ചുവേട്ടാ, എന്താ കിച്ചുവേട്ടത്? ആ വന്നല്ലോ തമ്പുരാട്ടി. എടി പറ, ഇതാരുടെ കൊച്ചാണ്? എനിക്കിത് അറിയണം. പറയടി, ഇതാരുടെ കൊച്ചാന്ന്. കിച്ചുവേട്ടാ, പ്ലീസ് ഡാ, ഒന്ന് പറയടാ, ഇതാരുടെ കൊച്ചാന്ന്. നിന്നെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാടാ. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടാ. പ്ലീസ് ഒന്ന് പറയും, ആരുടെ കുഞ്ഞാന്ന് മാത്രം പറഞ്ഞാൽ മതി. നിന്നെ ഞാൻ സ്വീകരിച്ചോളാം. പക്ഷേ എനിക്കറിയണം അതാരുടെ കുഞ്ഞ്. അത് നീ പറയണം. കിച്ചുവേട്ടാ, നിങ്ങൾ സ്വയബോധത്തിലല്ല ഇപ്പൊ സംസാരിക്കുന്നത്. പോവാൻ നോക്കിയേ. നേരത്തെ പറഞ്ഞതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ പോകാൻ നോക്ക്. എന്ത് പറഞ്ഞാലും നേരത്തെ പറഞ്ഞ കാര്യം. ഇതെങ്ങനെയാണ് എന്റെ കൊച്ചാവുന്നേ? ഇതെന്റെ കൊച്ചൊന്നും അല്ല. ഇതെന്റെ കൊച്ചല്ല. എടാ കിച്ചു, മതി, വാ നമുക്ക് പോവാ. നീ എന്തൊക്കെയാടി വലിച്ചു പറയുന്ന? മതി, നീ പോടാ. നിനക്കറിയതാരുടെ കൊച്ചാന്ന്. നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം. ഇത് അവന്റെ കൊച്ചല്ലേ. അവന്റെ കൊച്ചാണിത്, ആ സച്ചുവിന്റെ. നീ എന്നാ അവന്റെ കൂടെ അവിടെ നിന്ന് പോയപ്പോ ഞാൻ വിചാരിച്ചില്ല എനിക്കിട്ട് ഇങ്ങനൊരു പണി തരാനാന്ന്. നിനക്ക് അവന് ഇഷ്ടായിരുന്നെങ്കിൽ നിനക്ക് അവന്റെ കൂടെ പോക്കൂടായിരുന്നാടി. നീ എന്തിനാടി എന്നെ സ്നേഹിച്ച് എന്നെ ചതിച്ചത്? വെറുതെ എന്നെ ആഗ്രഹിപ്പിച്ചിട്ട് നീ എന്താടി എന്നോട് ഇങ്ങനെ ചെയ്തേ? അവനൊന്ന് വിളിച്ചപ്പോഴത്തേക്ക് നീ അവന്റെ കൂടെ പോയല്ലേ, അവന്റെ കൂടെ കിടന്നു കൊടുത്തല്ലേ. എന്നാലും നീ എന്താടി എന്നെ പറ്റി ഓർക്കാഞ്ഞപ്പോ? എന്തിനാടി നീ എന്നെ ചതിച്ചത്? കിച്ചുവേട്ടാ, ഒരുപാടായി ഞാൻ ക്ഷമിക്കുന്നു. പക്ഷെ ഇനി അത് ഉണ്ടാവണമെന്നില്ല. കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഓരോ അനാവശ്യം വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു പോകും. ഞാൻ അവൻ്റെ കൂടെ പോയിന്ന് പറയുന്നുണ്ടല്ലോ. അന്ന് ആ ഫെയർവെൽ പാർട്ടി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ ഹോട്ടലിൽ എഴുന്നേറ്റപ്പോഴത്തേക്കും അവിടെ നിന്ന് എന്തെങ്കിലും ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? കിട്ടിക്കാണില്ല. അങ്ങനെ ഒരു ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കില്ലല്ലോ. ലെറ്ററോ? ഏത് ലെറ്റർ? ഒരു ലെറ്ററും ഇല്ല. ഇനിയിപ്പോൾ ലെറ്ററിനെ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കിച്ചുവേട്ടാ, എന്നാലും നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെയൊക്കെയാണല്ലോ വിചാരിച്ചിരിക്കുന്നത്? ആര് വിളിച്ചാലും കൂടെ പോകുന്നൊരു പെൺകുട്ടിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ അത്ര പോലും വിശ്വാസമില്ല അല്ലേ? ഈ മിന്നു ജീവിതത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അത് കിച്ചുവേട്ടനെയാണ്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. ആ സ്ഥാനം മറ്റൊരാൾക്കും കൊടുക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള പോലത്തെ സ്നേഹവും വിശ്വാസമൊന്നും നിങ്ങൾക്ക് എന്നോടില്ലെന്ന് നിങ്ങൾ തെളിയിച്ചു. ഇനി എനിക്ക് ഒന്നും വേണ്ട കിച്ചുവേട്ടാ, എനിക്കൊന്നിനും വയ്യ. എനിക്കെൻ്റെ കുഞ്ഞു മാത്രം മതി. ഞാനും എൻ്റെ കുഞ്ഞും കൂടി എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് പൊക്കോളാം. ദയവ് ചെയ്ത് നിങ്ങളിപ്പോഴൊന്ന് പോവും പ്ലീസ്. ജാക്സൺ ചേട്ടാ പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കും. കിച്ചുവേട്ടനൊന്നും ഇവിടുന്ന് കൊണ്ടുപോകും.
അന്ന് ഞാൻ പിന്നെ അവനോട് എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെയോ അവൻ്റെ വീട്ടിലെത്തിച്ചു. അതിനുശേഷം പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാവുന്ന തന്നെയാണല്ലോ. ഞങ്ങൾക്കറിയാം ജാക്സൺ ചേട്ടാ. പക്ഷെ മിന്നു അതിൻ്റെ ഇടയിൽ എന്തോ ലെറ്ററിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, അതെന്താ ജാക്സൺ ചേട്ടാ? എനിക്കും അറിയില്ലടാ. അവൾ എന്തോ ലെറ്ററിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അതെന്താന്ന് എനിക്കും കൃത്യമായിട്ട് അറിയില്ലടാ. ആണല്ലേ. പ്രഗ്നൻസി ടൈമിലായാലും ഡെലിവറി ടൈമിലായാലും മിന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നെ കോളേജിൽ പോയിട്ടില്ല. എക്സാംസ് മാത്രമേ പോയിട്ടുള്ളൂ. അതും അവൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ മമ്മിക്ക് അവളോട് ദേഷ്യം ഉണ്ടായിരുന്നതുകൊണ്ട് മമ്മിയും അവളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്തിനും ഇതിനും കൂടെ ഉണ്ടായിരുന്നത് സാറമ്മമ്മി മാത്രമാണ്. ഡെലിവറി ടൈമിലായാലും സാറമ്മമ്മിയായിരുന്നു അവളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നത്. പിന്നെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞു ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം മമ്മിയുടെ ദേഷ്യമൊക്കെ കുറേയൊക്കെ കുറഞ്ഞു. പക്ഷെ അപ്പോഴും സാറമ്മമ്മി തന്നെയാണ് എല്ലാ കാര്യങ്ങളും കുഞ്ഞിൻ്റെ ആയാലും കൂടുതലും നോക്കിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ അവളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സങ്കടവും അതിലേറെ പ്രൗഡ്നെസ്സും തോന്നാറുണ്ട്. കാരണം അവൾ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തിട്ടുണ്ട്. ഡെലിവറി ടൈമിലായാലും പ്രഗ്നൻസി ടൈമിലായാലും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുഞ്ഞിനെ ഇതുവരെ അവൾ വളർത്തിക്കൊണ്ടുവരാനായിട്ടായാലും. നിങ്ങൾക്കറിയാലോ, സിംഗിൾ മം ആയിരിക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവളത് നല്ലപോലെ മാനേജ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പാവം. ആ സമയത്ത് ഞാനാണെങ്കിലും ബാംഗ്ലൂർ പഠിക്കുമായിരുന്നല്ലോ. എനിക്ക് അവളുടെ കൂടെ നിൽക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ എൻ്റെ കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പോകേണ്ടി വരുമായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞേ അത് വേണ്ട, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതിയെന്ന്. അല്ലെങ്കിൽ ഞാൻ അവളുടെ അടുത്തേക്ക് പോയാൻ. പിന്നെ ഞാൻ കോഴ്സ് കഴിഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഓൾറെഡി കുഞ്ഞും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ലണ്ടനിലേക്ക് പോകുന്നവരെ. എനിക്കറിയാടാ എല്ലാം. പിന്നീടാണല്ലോ മിന്നു ANJ കൺസ്ട്രക്ഷൻ്റെ CEO ആയിട്ട് ജോയിൻ ചെയ്യുന്നതും നമ്മുടെ 2 കമ്പനീസ് തമ്മിൽ റൈവൽസ് ആവുന്നതും. കിച്ചുവിന് സത്യം പറഞ്ഞാൽ അവളോട് ദേഷ്യമുണ്ട്. കാരണം കുഞ്ഞിൻ്റെ പപ്പയുടെ കാര്യം എക്സാക്റ്റായിട്ട് ഇപ്പോഴും അവളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ എന്നാലും ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവന് അവളോട് സ്നേഹമുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞങ്ങൾക്കും അറിയാം ജാക്സൺ ചേട്ടാ. ഞങ്ങൾ 2 പേരായാലും അത് പലതവണയായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കിച്ചുവിന് മാത്രമല്ല മിന്നുവിനും ഇപ്പോഴും അവന് ഇഷ്ടമാണ്. ആടാ, അവർക്ക് 2 പേർക്കും പരസ്പരം ഇപ്പോഴും ഇഷ്ടമാണ്. പിന്നെ അവർ തമ്മിലുണ്ടായ ഒരു പ്രശ്നം കാരണമാണ് അവരിപ്പോഴും വാശി കാണിച്ചിങ്ങനെ നിൽക്കുന്നത്. എന്ത് ചെയ്യാനാ? ആ പഴയ അവരെ ഞാൻ എന്തോരം മിസ് ചെയ്യുന്നുണ്ടെന്നറിയോ. കിച്ചു ഇല്ലാതെ മിന്നു, മിന്നു ഇല്ലാതെ കിച്ചു ഉണ്ടായിരുന്നില്ല അന്ന്. അവർക്ക് 2 പേർക്കും പരസ്പരം ഒന്ന് കാണാതെ പോലും ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അത്രയും അവർ സ്നേഹിക്കുന്നുണ്ടായിരുന്നു പരസ്പരം. അവരെ ഇപ്പോൾ ഇങ്ങനെ. ജാക്സൺ ചേട്ടൻ വിഷമിക്കണ്ട ഏട്ടാ. ഇതിനെല്ലാത്തിനും ഞങ്ങൾ ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കും. ഏട്ടൻ നോക്കിക്കോ. അയ്യോ, ദേ മിന്നു വിളിക്കുന്നു എന്നെ. എന്നെയും കിച്ചുവേട്ടനാ വിളിക്കുന്നത്. ഇനി ഇതെന്ത് കുരിശാണോ എന്തോ.